ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മക്രോണി, ചിക്കൻ മക്രോണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മക്രോണി എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും സൺഫ്ലവർ ഓയിലും ഒന്ന് ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ കുക്കായി കിട്ടും. അപ്പോൾ അതുപോലെ ഈ ഒരു സൈഡിൽ കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ചെറുതാക്കി പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ഈ ഒരു പിങ്കിഷ് കളർ മാറിയിട്ടൊന്ന് നല്ലൊരു വൈറ്റ് കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് കുക്കായി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ദാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മക്രോണി നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഒരു സ്ട്രെയിനറിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ദാ നമ്മൾ ചിക്കൻ പീസസൊക്കെ നല്ല രീതിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിക്കൊരു ഗ്രേവി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ചിക്കനിൽ ആ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എത്രയാണോ നമുക്ക് മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് സവാളയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ദാ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ല രീതിക്കൊന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസ് ചേർത്തതിന് ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു പച്ചമുളക് കൂടെ കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ മല്ലിയില, ക്യാപ്സിക്കം, അപ്പോൾ ഇത്രയും സംഭവങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. കുറച്ച് ടൈം ചിക്കൻ്റെ മിക്സ് ഒന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം പിന്നെ ലോയിലിട്ട് ആക്കി വെക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് മാത്രം മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നല്ല സ്പൈസസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ സ്പൈസസ് ഒന്നും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഈ മസാലയും നമ്മുടെ ഈ വെജീസൊക്കെ പാടൊന്ന് മിക്സായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീലാണ്. ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇതിന് മുന്നേ
കുക്ക് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് എരിവ് വലിയ താല്പര്യമില്ല, അത് കാരണമാണ് ഞാൻ എരിവ് അത്രയ്ക്ക് അങ്ങോട്ട് മസാല ഒന്നും കൂടുതൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നല്ല രീതിക്ക് ചിക്കനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സർ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ആ ഓയിലോട് കൂടിയിട്ട് തന്നെ ഈ മക്രോണിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒട്ടും മക്രോണി ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ ടൊമാറ്റോ സോസും ഉപ്പും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ അതേപോലെ കാണാനൊരു ഭംഗിക്കും ഇടയ്ക്കൊന്ന് കടിക്കാൻ, അതായത് എരിവിനോട് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, ഒരു പച്ചമുളക് കൂടെ ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുമൊന്നുമില്ല, കാരണം അത്രയും അതിൻ്റെ ഉള്ളിലോട്ട് അത് എന്താ പറയുക അത്രയും മിക്സ് ആയിട്ടുണ്ടാവും. ഞാനിത് കുക്കാക്കി വെച്ചിട്ട് കുറച്ച് ടൈം ഇങ്ങനെ അടച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് ഞങ്ങളിത് സെർവ് ചെയ്യണത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് ഇടുന്ന ഭാഗം ഒന്ന് സ്കിപ്പ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.